ഇമ്മോള ആണ് ആണ് ടാറ്റ പോവാ അടി ചൊത്തുമണി. അങ്ങനെ ഇമ്മൂസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് 1 വർഷം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കൺമണിയാണ് ഇമ്മൂസ്. അപ്പോൾ ബർത്ത്ഡേ കുറച്ച് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ റെഡിയായി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ധാവണിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇമ്മൂസിൻ്റെ മാമനും ചേട്ടച്ചനൊന്നും വരാൻ പറ്റിയില്ല, ബർത്ത്ഡേക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട്. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ ആലോചിക്കരുത്, നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫോണെന്ന വീഡിയോസൊക്കെ പോയാലും എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ഇമ്മൂസ് വലുതായാലും അവൾക്ക് അവളുടെ ബർത്ത്ഡേ കാണാം, അത് നല്ലൊരു കാര്യമല്ലേ. ഞങ്ങളുടെയൊന്നും ബർത്ത്ഡേൻ്റെ ഫോട്ടോസ് പോലും ഇല്ല. ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ എല്ലാം എടുത്ത് നശിപ്പിച്ചു എന്ന് അമ്മ പറയും. മെതിനെ ആ ചെറിയ സ്ക്രൂഡ്രൈവർ അപ്പോൾ ഇതാ ഞങ്ങൾ കസിൻസ്. ഇതിൽ ജിൻസി ഇല്ല, അവൾ കുറച്ച് ബിസി ആയിരുന്നു. ഞങ്ങളുടെ ഗ്യാങ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, കുറച്ച് പേർക്ക് ലീവ് കിട്ടിയിട്ടില്ല. പിന്നെയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണ നിശ്ചയം ഇന്ന് തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അങ്ങനെ വീഡിയോസിലൊക്കെ പെടാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫങ്ഷൻ. ഞങ്ങളുടെ ഇവിടെ ബർത്ത്ഡേ ആണെങ്കിലും കല്യാണമാണെങ്കിലും ഒരുവിധമൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ വീട്ടിൻ്റെ മുന്നിൽ പറമ്പിലൊക്കെ പന്തലിട്ട് അവിടെ തന്നെ സദ്യയും സ്റ്റേജും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ. പിന്നെ ഇപ്പം മണ്ഡലകാലമായതുകൊണ്ട് സ്വാമിമാർക്ക് വേറെ തന്നെ ഭക്ഷണമുണ്ട്, സദ്യ. വൈകുന്നേരം മുതൽ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ബർത്ത്ഡേയുടെ കുറച്ച് ഫോട്ടോസാണിത്. വീഡിയോസ് നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ തിരക്കിനിടയിൽ പറ്റിയില്ല. അങ്ങനെ കാത്തിരുന്ന ബർത്ത്ഡേ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.